ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചിയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തി കൊത്തലങ്കോയിലെ അന്തേവാസികളോടൊപ്പം ന്യൂ ഇയർ ആഘോഷിച്ചു. വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചിയുടെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം 2025 എന്ന പേരിൽ പള്ളുരുത്തി കൊത്തലങ്കോ അഗതി മന്ദിരത്തിൽ പരിപാടി സംഘടിപ്പിച്ചു. അഗതി മന്ദിരത്തിലെ അന്തേവാസികളോടൊപ്പമാണ് പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. മുളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സഗീർ, സലീം ഷുക്കൂർ, അബുജാൻ, MS ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. കൊത്തലങ്കോ സുപ്പീരിയർ ബ്രദർ ബിനോയ് പീറ്റർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും അടിച്ചുപൊളിച്ച് ജീവിക്കുക എന്നുള്ള രീതിയിലല്ലാതെ അവർക്ക് ഇങ്ങനെയുള്ള ജീവിതങ്ങളും കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അത് നമ്മൾ സഹായിച്ചും അല്ലെങ്കിൽ കരുണ കാട്ടിയുമാണ് ജീവിക്കേണ്ടത് എന്നുള്ള വലിയൊരു പാഠം നിങ്ങൾ ഈ പറയുന്ന സംഘടന കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ പരിപാടിക്ക് പങ്കെടുത്തത്. അത് ഈ പറയുന്ന വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആ കാര്യത്തിൽ അറിയിക്കുകയാണ്. പണ്ടത്തെ കാലത്ത് ബൈബിളിലടക്കം പറഞ്ഞെങ്കിൽ ഒരു കൈ കൊടുക്കുന്ന മറ്റേ കൈ അറിയരുതെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കാളവണ്ടിക്കാരൻ എന്ന് പറഞ്ഞ കവിതയിൽ പറയുന്നത് പോലെ ഉള്ള വാക്കുകളൊക്കെ ആയിരുന്നു. അതായത് വിളക്കേണ്ടുന്ന ആളാവണം ഒരു മനുഷ്യൻ. വിളക്കിൻ്റെ വെളിച്ചം കാരണം അവൻ സമൂഹത്തിന് മുഴുവൻ വെളിച്ചമുണ്ടാവുകയും വിളക്കേണ്ടുന്നവനെ കാണരുത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു നേരത്തെ. ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് കിട്ടില്ല. കാരണം പൊതുപ്രവർത്തകരായിട്ട് ആഗ്രഹിക്കുന്നവർ ജനങ്ങളെ സേവിക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കുമൊക്കെ അവരോടൊപ്പം അവരുടെ പ്രശ്നം സ്വന്തം പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സേവന രംഗത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിലൂടെയാണ് കുറച്ചുകൂടി കാര്യപ്രാപ്തിക്ക് ചെയ്യുവാൻ വേണ്ടി ഒരു രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്നത്. അതിലാണ് ഞാനും ശ്രീജിത്ത് ഉൾപ്പെടെ ഓരോ രാഷ്ട്രീയം തിരഞ്ഞെടുത്തുകൊണ്ടും സേവന മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഏറ്റവും വലിയൊരു പുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അനാഥായവരെ സംരക്ഷിക്കുക, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മളോട് അവരെ ചേർത്ത് നിർത്തുക എന്ന വലിയൊരു സമീപനത്തോടു കൂടിയാണ് നമ്മുടെ വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചി മുന്നോട്ട് പോകുന്നത്. നമ്മളിലൊരു ആലോചന തരുന്നു. ഈ ആലോചന പ്രകാരം ദൈവം വിളിക്കപ്പെട്ട ആൾക്കാർ മാത്രമേ, ദൈവത്താൽ വിളിക്കപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുള്ളൂ എന്ന് പൂർണ്ണ വിശ്വാസം. കാരണം ഞാനിതുപോലെ പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആളാണ്. സമയമില്ലെങ്കിൽ നമ്മളിതുപോലുള്ള ആൾക്കാരുടെ, പ്രത്യേകിച്ച് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിലും അവരുടെ സ്കൂളുകളുടെ കാര്യത്തിൽ, ഇപ്പോൾ മട്ടാഞ്ചേരിയിലായാലും രക്ഷാ സൊസൈറ്റി, രക്ഷാ സ്കൂള്, ഇവിടെ വരുമ്പോൾ എത്രയോ വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചി 10 കൊല്ലം കൊണ്ടായിരുന്നേലും എത്രമാത്രം മാറിയിരിക്കുന്നു, എത്രമാത്രം വലുതായിരിക്കുന്നു എന്ന് കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. കാരണം ഇത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം നമ്മുടെ വരുമാനത്തിൽ നിന്നൊരു തുക ഇതിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഇവിടെ